ആഞ്ജനേയ. இதயத்தில் ராமமகிமை தினமும் சொல்லும் ஆஞ்சநேய. ராம ராம പുണ്യതീർത്ഥം ഒഴിച്ച് പാപം പോക്കി പോകുക. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊടിയ പാപങ്ങൾ വരെ കൈ കളയുന്ന പുണ്യസ്നാനം. രാമേശ്വരത്ത് 24 കിണറുകളുണ്ടെങ്കിൽ ഇവിടെ ഒരു കിണറേ ഉള്ളൂ. രോഗശാന്തി കിണർ. ഈ വെള്ളം തലയിൽ വീണാൽ വീണ ചൊറിയും, അല്ല ചൊറി മാറും. ചൊറി ചിരങ്ങ് കരപ്പൻ കാര കുഷ്ഠം തുടങ്ങി സകലമായ രോഗങ്ങൾ മാറ്റുന്ന പുണ്യസ്നാനം. ഔഷധ തീർത്ഥം. ഈ വെള്ളം കുടിച്ചാൽ ഉള്ള രോഗങ്ങൾ മാറും, ഇല്ലാത്ത രോഗങ്ങൾ വരും. അത്ഭുത കിണർ, അതിശയ കിണർ, വില തുച്ഛം, ഗുണം മെച്ചം. അയ്യാ, ക്ഷേത്ര ദർശനത്തിന് വന്നതാ? ആഞ്ജനേയ. എന്താ ഊര്? റെനികുണ്ട. ഓ, തിരുപ്പതി പക്കം. വന്ന് തലയിൽ തണ്ണി ഊത്തി ശുദ്ധി വരുത്തി അകത്തി കരുത്തോളൂ. എവ്വളവ് ചാർജ്? ഏയ്, ചാർജ് ചോദിക്ക കൂടാതെ, പാപം தான் മുഖ്യം. ഉള്ള ഇരിക്കുന്നത് യാതൊരു തെരിയുമാ? കടവുളിനോട് കടം പറയരുത്. എന്തോ പ്രായമുണ്ട് ഇവരുടെ വയസ്സ് 8. തപ്പാ പേശ കൂടാതെ, കടവുൾ കിട്ടതാ പേശുക. 40 ഒരു തൊട്ടി വെള്ളം തലയിൽ ഒഴിച്ചാൽ 2 വർഷത്തെ പാപം തീരും. 40 വർഷത്തെ പാവം തീരണമെങ്കിൽ എത്ര തൊട്ടി വെള്ളം ഒഴിക്കണം? അല്ല, ഒരു തൊട്ടി വെള്ളം തലയിൽ ഒഴിക്കുന്നതിന് എത്രയാ ചാർജ്? അടജി, ചാർജ് ചോദിക്കാൻ കൂടാതെ, പാപം താ മുഖ്യം. വന്ന് ജനിച്ചപ്പോൾ മുതൽ ഇതുവരെയുള്ള സകല പാവങ്ങളും കഴുകി കളഞ്ഞ് പോയി ഒന്നേ പാവങ്ങൾ ചെയ്തു തുടങ്ങും. 20 തൊട്ടി വെള്ളം തലയിൽ ഒഴിച്ചാൽ 40 വർഷത്തെ പാവം തീരും. നിസ്സാരമാണോ? ഒരു തൊട്ടി വെള്ളത്തിന് 10 രൂപ തന്നാ മതി. 10 രൂപയോ? നിസ്സാരമല്ലേ? റിഡക്ഷൻ വല്ലതും ഉണ്ടോ? കർക്കിടക കിഴിവ്. ഭഗവാൻ ആ ഏർപ്പാട് ഇഷ്ടമില്ല. പുണ്യസ്നാനം കുളിച്ച് ശുദ്ധി വരുത്തി പോകാം. പാട്ടിയെ കുളിപ്പിച്ചു വിടട്ടോ. ഓ പാട്ടി കുളിപ്പിച്ചു വിടട്ടോ. വേണ്ടേ? ഓ, ഇതിനെ കുളിച്ചിട്ട് കാര്യമല്ല, കാലഹരണപ്പെട്ടു. ആ, ദേവോ 2 തൊട്ടി വെള്ളം ഒഴിച്ചാ പോകും. മൊത്തം പാവം കഴുകിക്കളഞ്ഞ് ശുദ്ധി വരുത്താനുള്ള പരിപാടി ഇല്ല. ഒരു വിശ്വാസടാ. എന്താ പേര്? മുരുകൻ. എന്റെ അപ്പന്റെ പേര് മുരുകൻ എന്നാ. ഉന്നപ്പ പേരല്ല, പളനിയാണ്ടോ പേരുതാ. ഏൻ പേര് മുരുകാ. പളനി ആണ്ടവന്റെ പേര് മുരുകനാണെന്ന് പറഞ്ഞ് സകല പാണ്ഡികളും മുരുകൻ എന്ന പേരിട്ട് ആണ്ടവന്റെ പേര് ദോഷം കൽപ്പിക്കാൻ അറിയുമ്പോളും അങ്ങോട്ട് നീങ്ങിലടാ. തന്നെ ഊത്തി ഗോത്തായാലും മതി. ആഞ്ജനേയ, നിന്നെ അല്ലടാ ആഞ്ജനേയ, ഈ മുരുകന്റെ 4 വർഷത്തെ പാവം ഒന്ന് ഒതുക്കി കൊടുക്കണം. തീർത്ഥം കുടിക്കാവിടെ കുടിച്ചാൽ വിവരം അറിയും. പിന്നെ നിന്റെ ആരോഗ്യത്തിന് പോലെ ഇരിക്കും. ഈവനോട് അകത്തേറി തൊഴുതോളൂ. കാശുണ്ടായിക്കൊണ്ടെന്ന് ബാക്കി പാവം കൂടെ കൈ കളയണം കേട്ടോ. പുണ്യസ്നാനം. ഏയ് അറിവേ, പേരറിവേ, വാടാ. വന്നിട്ട് പുണ്യതീർത്ഥം തലയിലെ കുത്തി ശുദ്ധി വരുത്തിപ്പോ. വാടാ. പുണ്യസ്നാനം. അണ്ണ, എന്നെ അമ്മ ഇത് ഈ തൊട്ടി പിടിച്ച് എന്നെ വേല? ഫ്രാഡ് പണിയാടാ, ജീവിക്കാൻ വേണ്ടിയാ. എടാ, രാമേശ്വരത്ത് 124 കിണറുണ്ട്. ആ കിണറ്റിലെ വെള്ളം തലയിൽ വീണ പുണ്യം കിട്ടുമെങ്കിൽ ഇവിടെ ഉറപ്പാ. ക്ഷേത്രത്തിലെ ഭാരവാൾ അറിഞ്ഞ പ്രശ്നമല്ലേ അണ്ണ? ഇത് 50-50 ഏർപ്പാടാണ്. ഈശ്വരനെ കബളിപ്പിക്കുന്നതിന് തുല്യമായത്. എടാ, ക്ഷേത്രത്തിനകത്ത് ഭക്തിയും പുറത്ത് വ്യാപാരമാണ്. അരിക്കട്ടെ, നീ എന്താ അവിടെ കിടന്ന് കറങ്ങുന്നത്? അണ്ണാ, എന്റെ ഇലക്ട്രോണിക്സ് ഡിപ്ലോമയുടെ റിസൾട്ട് വന്നു. എന്നിട്ട് ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കാ. അത് ശരി. ഓ, അപ്പൊ അങ്ങനെ ആഞ്ജനേയനെ കണ്ട് നന്ദി പറയാൻ വന്നാണല്ലേ? ആയിക്കോട്ടെ. പുണ്യസ്നാനം കുളിച്ച് ശുദ്ധി പറ്റി പോകാം. അട്ടെ, നിന്റെ അടുത്ത പരിപാടി എന്താണ്? ആലോചിക്കണം അച്ഛനുമായിട്ട്. ഏതായാലും ഇതുപോലെ നാട്ടുകാരെ കബളിപ്പിക്കുന്ന പണിക്ക് ഞാൻ നിൽക്കില്ല. എടാ, എന്റെ ഈ പരിപാടിയിൽ ഞാൻ രക്ഷപ്പെടുന്ന കോളാ. നീ നോക്കിക്കോ, എന്റെ ഈ കിണർ എന്റെ മുഖച്ഛായ മാറ്റും. നിന്റെ തലയിൽ ഒരു കുട്ടി വെള്ളം ഒഴിക്കട്ടെ. പൂവേ മാലേ അരിയ കേട്ടോ? കണ്ടു. ആരാ? പൂക്കാരി. എന്തു തോന്നുന്നു? എന്തു തോന്നണം? ഒന്നെ തോന്നരുത് നിനക്ക്. എനിക്ക് അവളെ കാണുമ്പോ ദീപാവലി വന്ന മാതിരി, മത്താപ്പൂ കത്തുന്നത് പോലെ. കാതല? ആമാണ്ട. ശരിക്കും മുരുകനാണ്. ആ ഇരണക്കെട്ട മുരുകനല്ലേ, സാക്ഷാൽ പളനിയാണ്ടവൻ. അപ്പനെ പിടിച്ച് ഞാൻ 1000 വട്ടം കള്ളം പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇതങ്ങനെയല്ല. സത്യം, നിജം, ഉണ്മ. അവളോട് പറഞ്ഞോ? മുട്ടാളാ,
ഇല്ല, ഒരു ഉൾഭയം. എടാ അറിവേ, ഞാൻ നിന്റെ ആരാ? പെരിയപ്പായുടെ മകൻ ആണേ, അണ്ണൻ. പക്ഷെ നീ എനിക്ക് ഫ്രണ്ട് മാതിരിടാ. എനിക്ക് തിരുപ്പതി ആയടാ. അണ്ണനൊരു സഹായം ചോദിച്ചാ നീ ചെയ്തു തരൂ? എന്താണ് നീ അങ്ങനെ ചോദിച്ചത്? ആ പോയ പൂക്കാരി പെണ്ണിന്റെ പേര് നിനക്കറിയോ? ഇല്ല. സെങ്കൊടി. അഴകാന. അവളെ ഞാൻ പ്രേമിക്കുന്നു നീ അവളോടൊന്ന് പറയണം. എന്നെ കൊണ്ട് പറ്റില്ല. എടാ ചെറുക്ക, ഞാൻ ഈ കിണറ്റുകരയിൽ വന്ന് ഉടായ്പ കാണിച്ച് നിൽക്കുന്നതിനാ? നാട്ടുകാരെ പറ്റിക്കാൻ അല്ലടാ, അവളെ കാണാനാ. ഞാനൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. എന്ത് വേണം? ആഞ്ജനേയനാണ്. എനിക്ക് അവളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ കിണറ്റി ചാടിച്ചാവും. അത് ശരി, അമ്പലം അശുദ്ധമാകുന്നതിലേ നിനക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഒരു കൂടപ്പറപ്പ് കാഞ്ഞു പോകുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അണ്ണൻ നേരിട്ട് ചോദിച്ചാൽ എന്താ? അത് പിന്നെ ശരിയാവില്ലടേ. അവളെ ക്ഷേത്ര പരിസരത്ത് പൂവിറ്റും ഞാൻ ഈ കിണറ്റിലെ വെള്ളം വിറ്റും കോടീശ്വരന്മാരായ ഒരു കുടുംബജീവൻ നയിക്കുന്ന കാണണ്ടേ നിനക്ക്? വെറുതെ നടക്കാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിക്കണോന്നോ? മാറി പോടാ പുല്ല അങ്ങോട്ടാ. എടാ, ഈ സുപ്പാണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയാ. ഒരു കൂടപ്പറപ്പിനെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇയാള് പുണ്യസ്നാനം അണ്ണാ. പോടാ പുല്ല സുപ്പാണ്ടി അണ്ണ മനുഷ്യനെ പണിയിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലേ? ഞാനിപ്പോ എന്ത് വേണം അണ്ണൻ പറയുന്നത്? ഒരു നിസ്സാര കാര്യം. ഈ കിണർ എന്റെ ജീവിതത്തിന്റെ പകുതി മുഖച്ഛായ മാറ്റി വെച്ചേക്കുക. നിന്റെ ഒരൊറ്റ വാക്കിൽ അത് മുഴുവനും മാറും. നീ അവളോട് പറയണം ഐ ലവ് യു എന്ന് പറഞ്ഞാ. 10ാം ക്ലാസ് പാസ്സായി ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമയ്ക്ക് എടുത്തിട്ട് നിനക്ക് എന്റെ അർത്ഥം മനസ്സിലായില്ല? ഇല്ല. എടാ അതായത് ഞാൻ ലവ് യു. ശുപ്പാണ്ടിക്ക് തന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാ പോരെ? അയ്യോ, എന്റെ പേര് പറയും. അതെന്താ? എന്റെ പേര് ബോധിച്ചില്ലെങ്കിൽ പിന്നെ അത് പോരെ. നീ എന്ന് പറഞ്ഞാൽ മതി. അതായത് ഞാൻ. എടാ, എന്റെ പേര് ശുപ്പാണ്ടി എന്നാണെന്നോ തനി പാണ്ടി എന്നാണെന്നോ അവിടെ വരേണ്ട കാര്യമുണ്ടോ? പ്രേമിച്ചാ പോരെ. പ്രേമിച്ചു കഴിഞ്ഞാൽ പിന്നെ പേരൊരു പ്രശ്നമല്ലേ? പ്ലീസ്, ഒറ്റ പ്രാവശ്യം മസാല ദോശ മാറ്റി എന്റെ പടം കൊണ്ടുവന്ന് കാണിച്ചു. സത്യമായിട്ട് മസാല ദോശ മാറ്റി അണ്ണന് വേണ്ടിയില്ല. പ്ലീസ് ഒറ്റ പ്രാവശ്യം പറഞ്ഞു. ഒരു മാല ഫുള്ളാ വേണോ അതോ മുഴം കണക്കിന് വേണമാ? അത് പിന്നെ പറയടാ. നിന്റെ കിറുക്കിട്ട് നോക്കി നിന്ന് എന്റെ പൂ വാടിപ്പോ. അത് പൂക്കാരി, ഞാനൊരു കാര്യം പറയാൻ വന്നതാ, മറന്നുപോയി. എന്താടാ? ശരിയാവൂല. ഏത് ശരിയാവില്ല? ആ പോയ പെണ്ണ് അണ്ണൻ ഒട്ടും ശരിയാവത്തില്ല. നല്ല അഴകാന പൊണ്ണ്, അത് തന്നെ പോലെ അലവലാതി. അത് ശരിയാവൂല. അത് ശരിയാടാ, അവളെ പ്രേമിക്കാനുള്ള അഴകൊക്കെ എനിക്കുണ്ട്. ഇത്രയും കാലം അവളെ പുറകെ നടന്ന് അടിയൊക്കെ മേടിച്ചിട്ട്. അടിയോ? ഇല്ല. അത് പിന്നെ ഇപ്പൊ നീ എന്നെ അടിച്ചില്ലേ, എനിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്നും പറഞ്ഞു. അതുപോലെ ഒരു അടി. എടാ, ഒരു കൂടപ്പുറപ്പിനെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. പുണ്യസ്നാനം അണ്ണ. എന്റെ വ്യാപാരമാണ് ഇവിടെ ഒന്നും മുടക്കുന്നത്. എടാ, നിന്നെ കൊണ്ട് പറ്റൂടെ? സേലത്ത് അന്തസ്സായിട്ട് ഫ്രാഡ് പണിയത് ജീവിച്ച ഞാനാ. എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയാരാ? നിന്റെ അപ്പ, എന്റെ ചിറ്റപ്പൻ. എന്തിനാ വിളിച്ചു വരുത്തിയത്? ഗുണം പിടിച്ചോട്ടെ കരുതി. ഈ കിണറ്റുകരയിൽ വന്ന് ഈ തൊട്ടിക്കരയിൽ പിടിച്ച ആ നിമിഷം ഞാൻ ഗുണം പിടിച്ചു. ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് തന്നെ ഒരു ജീവിതം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോ നീ പാര പണിയുന്നു. നീ സഹോദരനല്ലടാ, നീ സഹോദരനേ അല്ല. എടാ, അവളോട് ഐ ലവ് യു എന്ന് പറയാനല്ലേ ഞാൻ പറഞ്ഞോളൂ, അല്ല തെറിയെന്ന് പറയാൻ പറഞ്ഞില്ലല്ലേ. എടാ, ഒരു കൂടപ്പുറപ്പിന് വേണ്ടി ഇങ്ങനെ ചെറിയൊരു സഹായം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ പിന്നെ എന്തിനാടാ ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ പാസ്സായത്? കോളേജിൽ ഒന്നാമനാണ് പോലും. പുണ്യസ്നാനം രോഗശാന്തിക്കുന്ന നിന്നെ കൊണ്ട് പറ്റുവാണ്. സുപ്പേണ്ടെന്നാ ചോദിക്കുന്നത്. ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. മസാല ദോശ, MJ അണ്ണന്റെ പടം, 2 വാഴയ്ക്കാ പറ്റി പറയണ അണ്ണന് വേണ്ടിയല്ലേ? അറിവേ, ഒറ്റ പ്രാവശ്യം പറയണം അണ്ണ. പൂക്കാരി, നീ അഴകാന പോലെ. സത്യം, നിന്റെ വട്ടിയിലെ പൂക്കളെക്കാൾ കയ്യിൽ കരുതിയിരിക്കുന്ന ഈ മാലകളെക്കാൾ നീ സുന്ദരിയാ. നിന്റെ നല്ല പേര് സെങ്കൊടി, ചുവന്ന കൊടി, റെഡ് ഫ്ലാഗ്.
എന്റെ അപ്പ പെരിയ കമ്മ്യൂണിസ്റ്റ്. മരിച്ചുപോയി. ചോളാർപേട്ട റെയിൽവേ സ്റ്റേഷനിലെ കൂലി. ഒരിക്കൽ ട്രെയിനിൽ നിന്ന് ചുമടുമായി ഇറങ്ങുമ്പോൾ ട്രെയിൻ സിഗ്നലായി. അപ്പ ചുമടുമായി വീണു. പാളത്തിനടിയിൽപ്പെട്ട് 2 തുണ്ടായി. വേലക്കുപ്പായത്തിന്റെ നിറം സോപ്പ്. അതുകൊണ്ട് എനിക്ക് സെങ്കുടി എന്ന് പേരിട്ടു. നീ അറിയും, മല്ലിപ്പൂ തെരുവിലെ ദൊരൈസ്വാമിയുടെ മകളാണ് ഞാൻ, സെങ്കുടി. കഥ വേണ്ട, കാര്യം പറഞ്ഞാ മതി. അല്ലേ സെങ്കുടി? മുട്ടാളാ, എന്തിനു നോട്ടം ഇത്? എനിക്ക് അങ്ങനെ അറിയാം. നിന്നുടെ അപ്പാവേ അറിയാം. അദ്ദേഹം എന്നോട് സാർ. നിന്റെ അപ്പാവിടെ പ്രിയപ്പെട്ട ശിഷ്യയാണ് ഞാൻ. പഠിച്ച് വലിയ ആളാകണമെന്നും സർക്കാർ വേല വാങ്ങണമെന്നും ഒക്കെ ആയിരുന്നു അപ്പാവിടെ ആഗ്രഹം. റെയിൽവേയിലെ പെരിയ ഓഫീസറായി വരണം നീ എന്ന് എപ്പോഴും പറയും. ഭാഗ്യമില്ലാതെ പോയി. അപ്പ മരിച്ചപ്പോ പൂമാല വെച്ച് കുടുംബം പോറ്റാൻ ഇറങ്ങി. അറിവിനെന്താ എന്നോട് പറയാനുള്ളത്? മറന്നത് ഓർമ്മിച്ചോ? അത് പിന്നെ സെങ്കൊടി, ഐ ലവ് യു. അറിവ് എന്താ പറഞ്ഞേ? അത് പിന്നെ എന്നോട് അണ്ണാ ചുപ്പാണ്ടി. ആ പേര് മിണ്ടരുത്, അവൻ ഫ്രോഡ്. അറിവ് എന്നോട് എന്താ പറഞ്ഞേ? ഒരിക്കൽ കൂടി പറ. ഐ ലവ് യു. അറിവേ, പ്ലീസ് ഒരിക്കൽ കൂടി പറ. എനിക്ക് വിശ്വസിക്കാനാ. നീ എൻ്റെ കണ്ണുകളിൽ നോക്കി ഈ ക്ഷേത്രനടയിൽ വെച്ച് എന്താ പറഞ്ഞേ? ഐ ലവ് യു. Sa